വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വാർഡ് മെമ്പറായ ഭാര്യയോട് പരാതി പറയാൻ ഫോൺ വിളിച്ചയാൾക്ക് ഭർത്താവായ CPM നേതാവിന്റെ വക അസഭ്യവർഷം. പത്തനംതിട്ട ഇലന്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പർ ബിന്ദുവിന്റെ ഭർത്താവും CPM നേതാവുമായ ഷൈബു ആണ് അസഭ്യവർഷം നടത്തിയത്. കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ വിളിച്ചപ്പോഴായിരുന്നു തെറിവിളി. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. അത് പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ ചേരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, ഈ അസഭ്യവർഷം എന്ന് പറയുന്നത് CPMന്റെ മുഖമുദ്രയാണ്, അത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഭാര്യയോട്, വാർഡ് മെമ്പറായ ഭാര്യയോട് പരാതി പറയാൻ വിളിക്കുന്ന സാധാരണക്കാരുടെ ഫോൺ തട്ടിയെടുത്ത് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അസഭ്യവർഷം നടത്തുന്നു. ആരാണ് ഈ അസഭ്യവർഷം നടത്തിയ പ്രമുഖനായ CPM നേതാവ്? ഒപ്പം വാർഡ് മെമ്പർ എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്? കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് അവിടെ. അതായത് ഇലന്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വാർഡിന്റെ മെമ്പർ എന്ന് പറയുന്നത് LDFന്റെ മെമ്പറാണ്, CPMന്റെ മെമ്പറാണ്. ബിന്ദു എന്നാണ് അവരുടെ പേര്. അവരുടെ ഭർത്താവ് ഷൈബു ആണ് ഇവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഭാര്യയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നത് എന്നുള്ള പരാതി അവിടുത്തെ നാട്ടുകാരിൽ നിന്നും നേരത്തെ മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇന്നേതായാലും അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഒരു നാട്ടുകാരൻ ഈ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതി പറയാനായിട്ട് വാർഡ് മെമ്പറെ വിളിച്ചതാണ്. അപ്പോൾ ഈ ഭർത്താവ് ഷൈബു ആണ് ഫോൺ എടുക്കുകയും ഫോണിൽ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അങ്ങനെ പറഞ്ഞു വരുന്നതിനിടയിൽ ഇയാൾ പിന്നീട് വളരെ ആക്രോശമായിട്ട് സംസാരിക്കുകയും അത് പിന്നീട് വലിയ അസഭ്യവർഷത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തു. അതായത് സാധാരണക്കാരനായിട്ടുള്ള നാട്ടുകാരനെ വലിയ രീതിയിൽ കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ചീത്തകൾ വിളിക്കുന്നത് ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. ആ രീതിയിലാണ് ഇയാളുടെ ഒരു പ്രതികരണം ഉണ്ടായത്. ഈ മറുഭാഗത്ത് അയാൾ എന്ത് ചെയ്യണമെന്ന് ഗോകുൽ ഒന്ന് തുടരുക, നമുക്ക് ബൈറ്റ് പ്രേക്ഷകർക്കായി ഒന്ന് കേൾപ്പിക്കാവുന്നതാണ്. ചൂടാവല്ലോ, നിങ്ങൾ കുറെ ആയല്ലോ കിടന്ന് ഞങ്ങളാണ് ചെയ്യുന്നവരാണല്ലോ. ഷൈബു എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇയാളെ മെമ്പറാണോ? മെമ്പറായാലും എന്റെ വെണ്ണമലയാ അത്. നിങ്ങൾ കാണിക്കുന്ന പറയുന്നത് എന്താ എന്താ പറയുന്നത്? ഒന്ന് ചെയ്തിട്ടു എന്താ ചെയ്തിട്ട് വാ, കണ്ടിട്ടുള്ള കാര്യം എന്താ കാണട്ടെ. വെല്ലുവിളിക്കുവാ കാണട്ടെ എന്തോ ചെയ്യുന്നെന്ന്. കൊറേ ആയി കേട്ടോ, വലിയ കളി കളിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. നീ എന്താ എന്നെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടോ? പാർട്ടിയെ കയറി കൂളു, പാർട്ടിയെ കയറി കേട്ടോ, പറഞ്ഞേക്കാം. ശരി, ഗോകുലുണ്ട്. ഗോകുൽ, ഇത് ഈ ഓഡിയോ കട്ട് ചെയ്ത് നമ്മുടെ എഡിറ്ററെ സമ്മതിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ആകെ മൊത്തം ഇത് ബീപ്പ് സൗണ്ടിൽ മാത്രമേ കേൾപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഇദ്ദേഹത്തിന് ഈ ആക്രോശം, വല്ലാത്തൊരു ആക്രോശം തന്നെ. എൻ്റെ പെണ്ണുമ്പിളെ ആരാണ് നീ വിളിക്കാനെന്നുള്ള തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണമാണ് ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്? ഈ വാർഡ് മെമ്പർ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഗോകുലെ? ഇല്ലില്ല, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും ഈ വാർഡ് മെമ്പറായിട്ടുള്ള ബിന്ദു അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യ തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും ഇയാൾക്കെതിരായിട്ട് നേരത്തെ മുതൽ തന്നെ പരാതികൾ നിലനിന്നിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ അത് ഏത് രീതിയിലാണ് അയാൾ പ്രതികരിച്ചിരുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമായിരിക്കുകയാണ്. അത്രമാത്രം ഹീനമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഒരു സാധാരണക്കാരന് നേരെ, അതായത് ഇയാളുടെ ഭാര്യയുടെ സ്വന്തം വാർഡിലുള്ള ഒരു നാട്ടുകാരനെതിരെയാണ് ഈ രീതിയിൽ അസഭ്യവർഷം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ക്രൂരമായിട്ടുള്ള കൊലവിളിയും ഇയാൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPMനെ തൊട്ട് കളിക്കാൻ നിൽക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഈ തെറി കൂട്ടിക്കൊണ്ടുള്ള പ്രതികരണങ്ങളും ഇയാൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല തന്റെ ഭാര്യയാണ് ഈ മെമ്പറായിട്ടിരിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ ഹീനമായിട്ടുള്ള വാക്കുകളും പ്രതികരണങ്ങളുമാണ് ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ഇയാൾ ഒരു CPM നേതാവ് കൂടിയിട്ടാണ് ഈ ഷൈബു എന്ന് പറയുന്ന ആള്. ഇയാൾ ഈ ഭാര്യയാണ് മെമ്പറെങ്കിൽ പോലും ഇയാളുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ട് ഉയരുന്ന പരാതി. എന്തായാലും ഇതിനെതിരായിട്ട് ഇപ്പോൾ ജനരോഷം വലുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരന് നേരെ ഈ രീതിയിലാണ് ഇയാളുടെ പ്രതികരണം. അത് കൃത്യമായിട്ട് നിയമ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാക്കണമെന്നുള്ളൊരു ആവശ്യവും ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ വാർത്തകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികളും ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ള കാര്യവും ഈ നാട്ടുകാരടക്കം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പും പലതവണ പരാതികളൊക്കെ പറയുവാനായിട്ട് മെമ്പറെ വിളിക്കുമ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള സമീപനം തന്നെയാണ്
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ നിന്നും ഇയാൾക്കെതിരായിട്ടൊരു നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും കൃത്യമായിട്ട് നിയമ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സാധാരണ ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിടുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെല്ലുന്നവരോട് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇയാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാനോ അതിൽ ഇടപെടുവാനോ യാതൊരു അവകാശവുമില്ല. ഇയാളുടെ ഭാര്യയാണ് അവിടെ മെമ്പറായിട്ട് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ആ ഭാര്യ ഇടപെടേണ്ട സ്ഥാനത്താണ് ഇയാൾ അനധികൃതമായിട്ട് കയറിയിട്ട് ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് ആ സാധാരണക്കാരനായിട്ടുള്ള പരാതിക്കാരന് നേരെ ഈ രീതിയിൽ അസഭ്യവർഷം അയാൾ ചൊരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത് ആദ്യ സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. മുമ്പും ഇയാളുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലന്തൂർ പഞ്ചായത്തിലെ ഏക ഇടത് വാർഡ് മെമ്പറാണ് ഈ ബിന്ദു എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടിയിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് BJP അടക്കമുള്ള ആളുകളോട് നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു. അവരും ശരി, വിവരങ്ങൾ വ്യക്തമാണ് ഗോകുൽ. എന്തായാലും ഈ ഭർത്താവ് ഉദ്യോഗസ്ഥനായ CPM നേതാവിന്റെ സംസ്കാരം അത് എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് ഈ ഇലന്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ആ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മെമ്പറിനെ എടുക്കുന്നത് ഇത്തരത്തിൽ വാ തുറന്നാൽ അസഭ്യവർഷം ചൊരിയുന്ന ഒരു ഭർത്താവാണ്. എന്തായാലും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം. പത്തനംതിട്ടയിൽ നിന്നും ഗോകുലാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി നമുക്ക് ചില അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം.